പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ഡിസംബർ 6 സുപ്രീം കോടതി ബാബരി മസ്ജിദ് തർക്കഭൂമി വിഷയത്തിൽ വിധി പറയുകയും അവിടെ അമ്പലമുയരുകയും ചെയ്തു. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ പരമോന്നത കോടതി വിധിയിൽ സംയമനം പാലിച്ചു. എന്നാൽ ഇത് ഒരു ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് ദീർഘവീക്ഷണമുള്ള പലരും അന്ന് പറഞ്ഞു. കാരണം അവർ RSS എന്ന ഭീകര സംഘടനയെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയവരായിരുന്നു. എന്നാൽ അവരുടെ വാക്കുകൾ നാം മുഖവിലക്കെടുത്തില്ല. RSS ഇന്നും അവരുടെ പണി അഭംഗുരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ ഡൽഹി മസ്ജിദ്, ഷാഹി മസ്ജിദ്, ഗ്യാൻബാബി മസ്ജിദ്, അജ്മീർ ദർഗാ തുടങ്ങിയ ആരാധനാലയങ്ങളുടെ മേൽ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. ഇനിയും പലതിനുമേലും അവകാശവാദം ഉന്നയിക്കാനിരിക്കുന്നു. സർവേ ആവശ്യപ്പെട്ടുകൊണ്ട് തുടരെ ഹർജികൾ കോടതികളിലെത്തുന്നു. ഹർജികൾ എത്തേണ്ട താമസം RSS കാര്യാലയത്തിൽ മനസ്സ് പണയപ്പെടുത്തിയ ജഡ്ജിമാർ സർവേക്ക് ഉത്തരവിടുന്നു. ഇന്ത്യയിലെ ജുഡീഷ്യറി പോലും സംഘ് പരിവാറിന് പാദസേവ ചെയ്യുന്ന ഈ അവസ്ഥയിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹവും അവരുടെ നേതൃത്വവും ഉണരേണ്ടതു തന്നെ. നിലനിൽപ്പിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ. അതുമാത്രമാണ് രക്ഷയുടെ പോംവഴി.